ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാനി ചാപ്റ്റർ 3 ആയിട്ട് ആണ് ഗൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഗേറ്റ് എസ്കേപ്പ് ആണ് ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാക്സിമം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഹൊറർ ഗെയിമൊക്കെ ആയിട്ട് വരും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ഹൊറർ ഗെയിം ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക ഗൈസ്, നമ്മൾ കളിച്ച് നോക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ ഗേറ്റ് വഴി രക്ഷപ്പെടാൻ പറ്റുമെന്നൊക്കെ നോക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും താഴത്തേക്ക് പോയി നമുക്ക് പണ്ട് ഇതുപോലെ തന്നെ വിളിച്ചു വരുത്താൻ ഗൈസ്. അവരെ വിളിച്ചു വരുത്തണം. അപ്പാപ്പനും അമ്മാമ്മയും താഴത്തേക്ക് വന്നാലാണ് ഗൈസ് എന്തെങ്കിലും ഗുണമുള്ളൂ. കാരണം ആ തക്കം നോക്കി നമുക്ക് മേളിലേക്ക് പോവാം. മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പാപ്പൻ്റെ റൂമിൽ മറ്റേ കട്ടലിൻ്റെ അടിയിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പാപ്പനവിടെ നിന്ന് എടുക്കുമ്പോൾ തോക്കെടുക്കാൻ പറ്റും. അതാണ് ഗൈസ് എൻ്റെ ട്രിക്ക്. അതാണ് ഇത്, തോക്ക് കിട്ടും. പക്ഷെ പുള്ളിക്കാരനവിടെ നിന്ന് കിടക്കണം. അതിനു മുമ്പ് ആദ്യം ഇവർ രണ്ടുപേരും താഴത്തേക്ക് വന്നാൽ ഗൈസ്. രണ്ടുപേർ വന്നാലാണ് കാര്യം നടക്കുള്ളൂ. പിന്നെ നമുക്ക് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. കുറേ സമയം പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗ്രാനി പ്ലീസ് വാ അങ്ങോട്ട്. അപ്പാപ്പാ വാ ഗൈസ്. പിന്നെ ഞാൻ ഇതിനകത്ത് സ്ലെൻഡറിനെ ഇതിനകത്ത് മോണാക്കി ഇട്ടിട്ടില്ല ഗൈസ്. കാരണം എനിക്ക് പുള്ളിക്കാരത്തിന് ഇഷ്ടമല്ല ഗൈസ്. ചുമ്മാ വന്ന് പേടിപ്പിച്ചിട്ട് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ പുള്ളിക്കാരത്തിന് ഓഫാക്കി വെച്ചേക്കുവാണ്. ശല്യമാണ് ഗൈസ്. നമ്മൾ എന്തെങ്കിലും സംഭവം എടുക്കുമ്പോൾ ഗൈസ് ഗ്രാനി വരുന്നുണ്ട്. ഗ്രാനിനെ മാത്രമാണ് ഞാൻ കണ്ടോളൂ. അപ്പാപ്പനും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഓക്കെ നമുക്കെന്തായാലും പോയി നോക്കാം. ഓക്കെ ഗൈസ്, വേഗം അയ്യോ അപ്പാപ്പൻ. ഞാൻ എടാ അപ്പാപ്പൻ താഴെ ഉണ്ടായിരുന്നടാ. ഞാൻ വെച്ച് മേളിലായി. അപ്പാപ്പനെ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പം മേളിലാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ നോക്കിയത്. അല്ലെങ്കിൽ കയറി പോവായിരുന്നു. നമുക്കൊന്നുകൂടി വിളിച്ചു വരുത്താം അങ്ങോട്ട്. എന്നിട്ട് കയറി പോകാൻ നോക്കാം. ഓക്കെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ ശബ്ദം ഉണ്ടാക്കിക്കോ. വിളിച്ചു വരുത്ത്. ഞാൻ എന്തായാലും മേളിൽ കയറി പോവാം. അപ്പാപ്പനുള്ള പരിപ്പോടൻ ചായ ഞാൻ എന്തായാലും മേളിൽ ഉണ്ടാക്കി വയ്ക്കാം. ഇങ്ങോട്ട് പോരാ, ഞാൻ തന്നുവിടാം. ഓക്കെ അമ്മാമ്മയ്ക്കുള്ള ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ നമുക്കിനിപ്പോൾ എന്തായാലും മേളിലേക്ക് കയറി പോകാം ഗൈസ്. ഓക്കെ വേഗം പൊക്കോ, പുറകെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അപ്പാപ്പൻ എന്നാണ്ട് കിടന്ന് പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും മേളിലേക്ക് പോവാം. ഓക്കെ മേളിലേക്ക് പോവാം. വേറെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഗൈസ്. ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഗൈസ്? ഇതിൻ്റെ ഉള്ളിലൊരു തേങ്ങയില്ല. ഓക്കെ നമുക്കിനിയിപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഗൈസ് ഉള്ളത്? ഗൈസ് ഇവിടെ നിന്നൊന്നുമില്ല. ഗ്ലാസ് ഫ്യൂസ് കിട്ടി. ഗ്ലാസ് ഫ്യൂസും പോയിട്ട് ഫ്യൂസ് കിട്ടി ഗൈസ്. ഓക്കെ ഫ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഗേറ്റിന് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. ഓക്കെ ഇതാണ് ഗൈസ് അപ്പാപ്പൻ്റെ റൂം. ഓക്കെ ഒന്നുമില്ല. അപ്പാപ്പൻ ഇതിനകത്തൊന്നും സൂക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ ഫ്യൂസും കിട്ടിയിട്ടുണ്ട്. ഓക്കെ നമുക്കിനിയിപ്പോൾ നോക്കാം ഗൈസ്. ഇതിനുള്ളിൽ എന്താണ് ഗൈസ്? ഇതിനുള്ളിൽ മറ്റേ സംഭവമാണ്, ജനറേറ്റർ കേബിളാണ്. അത് നമുക്ക് ആവശ്യമുണ്ട്. അത് മറ്റേ ഷെഡിൻ്റെ ഉള്ളിലാണ്. പക്ഷെ അതിന് ഷെഡ് കീ വേണം. അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് സീനില്ല. ഓക്കെ അങ്ങനെ 2 സംഭവം ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇനി നമുക്ക് മറ്റേ വീല് വേണം. അവിടെ കൊണ്ടുപോയി കറക്കാനുള്ള വീല് വേണം. പിന്നെ വേറൊന്നും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ നമുക്കിപ്പോൾ 2 സാധനം ആയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ വെപ്പൺ എന്നെങ്കിലും നമുക്ക് കൈക്കലാക്കണം ഗൈസ്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അടിയിൽ കയറിയിരിക്കാം. ഇപ്പം തന്നെ ഗ്രാനി മേളിലേക്ക് വരും. ഗ്രാനി എന്തായാലും സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ വരും ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പാപ്പനാണ് ഗൈസ് വരില്ലാത്തത്. ഓക്കെ ഇത് ഗ്രാനി വന്നിട്ടുണ്ട്. ഈ അപ്പാപ്പനാണ് ഗൈസ് വരാത്തത്. പുള്ളിക്ക് ചെവി കേൾക്കില്ല, കണ്ണ് മാത്രമേ കാണുള്ളൂ. ഓക്കെ ഗ്രാനി പയ്യൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടൊക്കെ ഉണ്ട് ഗൈസ്. ഓക്കെ അപ്പാപ്പൻ്റെ ഉള്ളിലേക്ക് കയറുമെന്ന് കിടക്ക് പറഞ്ഞ് കൊള്ളായിരുന്നു. നമുക്ക് ആ ഗണ്ണ് എടുക്കായിരുന്നു ഗൈസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ട്രെയിനിൻ്റെ എസ്കേപ്പിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പാപ്പൻ വന്ന് കിടക്കുന്നില്ല ഗൈസ്. പുള്ളിക്കാരൻ്റെ ട്രിക്ക് മനസ്സിലായി. ഓക്കെ അമ്മാമ്മ അവിടെ മുള്ളാണിയൊക്കെ വെച്ച് നമുക്ക് ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ലല്ലോ. പിന്നെ ഞാൻ എങ്ങനെ അതിനകത്ത് പെടില്ല ഗൈസ്. ഓക്കെ അമ്മാമ്മ പോയിട്ടുണ്ട് പുറത്തേക്ക് ഗൈസ്. അപ്പാപ്പനെ കാണാനില്ല ഗൈസ്. ഞാൻ പറഞ്ഞത് ശരിയാണ്. പുള്ളിക്കാരൻ ആ ട്രിക്ക് മനസ്സിലായി. പുള്ളിക്കാരനെ ഞാൻ കാണുന്ന പോലുമില്ല. എവിടെയാണോ എന്തോ. ഓക്കെ പുള്ളിക്കാരനെ കാണാനില്ല ഗൈസ്. ഓക്കെ ഗ്രാനി ഇപ്പം തന്നെ വീണ്ടും വരും ഗൈസ്. ഗ്രാനി വരും. കാരണം ഗ്രാനിക്ക് ചെവിയും കേൾക്കാം, കണ്ണും കാണാം. ഓക്കെ പുള്ളിക്കാരത്തി എന്തായാലും ഇപ്പം തന്നെ വരും. ഓക്കെ ഗൈസ് ഈ അപ്പാപ്പനൊക്കെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടേക്കണേ? എനിക്കറിയില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ എനിക്കിത് കളിക്കാൻ തന്നെ പേടിയാണ്. പിന്നെ നമ്മൾ മിഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിത് കളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഹൊറർ ഗെയിമോ ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും ഗെയിമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമ്മളതൊക്കെ ആയിട്ട് വരാം.
ഓക്കെ, നമ്മൾ ഹൊറർ ഗെയിം മാത്രമല്ല ഗൈസ്, അല്ലാത്ത ഫണ്ണി ഗെയിംസൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഗെയിമൊക്കെ നമ്മൾ കളിക്കും. ഓക്കെ, നിങ്ങൾക്കറിയാലോ. ഓക്കെ, ഗ്രാനി വീണ്ടും പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ലോക്കാണെന്ന് എനിക്ക് തോന്നണേ. കാരണം ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ മടുത്തു ഗൈസ്. ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ പുഴുത്തു കൂടാ. അപ്പാ നീ എവിടെയാ? വേഗം വാ ഗൈസ്. പുള്ളിക്കാരനെ കാണാൻ പോലുമില്ല. അപ്പാപ്പൻ കള്ളനാണ് ഗൈസ്. പുള്ളിക്കാരൻ അറിയാം. പുള്ളിക്കാരൻ ഇവിടെ നടന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ തോക്ക് നമ്മൾ എടുക്കുന്ന പുള്ളിക്ക് അറിയാം. അതുകൊണ്ടാണ് പുള്ളി വരാത്തത്. അപ്പാപ്പൻ ചതിയനാണ്. പുള്ളിക്കാരനെ ഞാൻ ചാപ്റ്റർ 1 മിസ് ചെയ്തപ്പോൾ പുള്ളിക്കാരൻ എന്നെ മിസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് എന്താണ് ഒരുമാതിരി സ്നേഹമില്ലാത്ത പരിപാടിയാണ് പുള്ളിക്കാരൻ കാണിക്കണത്. അപ്പാപ്പനെയൊക്കെ ഞാൻ ഇന്ന് ചെയ്യണ്ടേ ഗൈസ്. ഗ്ലാസ് ഫ്യൂസും പിന്നെ മറ്റേ ജനറേറ്റബിൾ കേബിളും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആ മറ്റേ കറക്കണ സംഭവമാണ്. ആ ഗേറ്റിൻ്റെ ഉള്ളിലോ ആ പലക താഴത്തേക്ക് ഇടാൻ വേണ്ടി. അത് നമുക്ക് കണ്ടുപിടിക്കണം. അതും കൂടി മതിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഷെഡ് കീ വേണം ഗൈസ്. ഷെഡ് കീയിലാണ് നമ്മളുടെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഷെഡിൻ്റെ ഉള്ളിലാണ് ആ കേബിൾ ഫിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പാപ്പൻ വരുന്ന ലക്ഷണമല്ലേ ഗൈസ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കൊഴുത്തു പോകത്തുള്ളൂ ഗൈസ്. ഓക്കെ, എനിക്കറിയാൻ പാടില്ലടാ ഈ അപ്പാപ്പൻ ഇത് എവിടെയാണ് ഗൈസ്. നമുക്കിവിടെ നിന്ന് എണിച്ച് പോയാലും എനിക്ക് പ്രാന്ത് പിടിക്കുന്നുണ്ട്. കുറേ നേരമായി ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ഗൈസ്. അപ്പാപ്പനെ കാണാനില്ല. ഞാൻ ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. എനിക്ക് ഇതിൻ്റെ ഉള്ളിലിരിക്കാൻ പറ്റില്ല. ഞാൻ പോവാണ്. പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ ഗൈസ്. പോയാലോ? പോവാനും തോന്നണില്ല ഗൈസ്. എന്ത് അവസ്ഥയാണിത്? ഓക്കെ, എന്താ ഗ്രാനി കയറി വരുന്ന ഗൈസ്. പുള്ളിക്കാരത്ത് കയറി വന്നിട്ടുണ്ട്. ഈ അപ്പാപ്പൻ എന്നിട്ട് എവിടെയാണ്? ഈ അപ്പാപ്പന് ചെവി കേൾക്കണമായിരുന്നു ഗൈസ്. എന്നാലായിരുന്നു പുള്ളി ഇവിടെ വരുമായിരുന്നുള്ളൂ. പുള്ളിനെ കാണാനില്ല. പുള്ളി ഇത് എവിടെയാണ് ഗൈസ്? ഒരു പിടിയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്ത് അടിക്കണ്ട ഗൈസ്. ഇത് എന്തൊരു നേരമാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പാപ്പ നിങ്ങൾ എവിടെയാണ് ഗൈസ്? നമുക്കിവിടുന്ന് എണിച്ചാലോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ അല്ലേ? നമുക്ക് എണിക്കാം ഗൈസ്. പക്ഷെ എനിക്ക് എണിക്കാൻ തോന്നണില്ല. കാരണം ഗ്രാനും ഗ്രാൻഡ്പയും ഉണ്ട് ഗൈസ്. സിലിണ്ടറിനെ മാത്രമാണ് ഇതിനകത്ത് ഇല്ലാത്തുള്ളൂ. പുള്ളിക്കാരത്തിനും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നോക്കുക വേണ്ടായിരുന്നു. എവിടെ പോയാലും പേടിപ്പിക്കും. ഇപ്പോൾ നമുക്ക് പയ്യെ എണിക്കാം ഗൈസ്. ആരും കാണാനില്ല. ഉമ്മാരൊക്കെ ഇത് എവിടെയാണ് ഗൈസ്? അപ്പാപ്പനും അമ്മാമ്മനൊന്നും കാണാനില്ല ഗൈസ്. ഗ്രാനി നമ്മളെ കണ്ടു ഗൈസ്. പുള്ളിക്കാരത്തെ നമ്മളെ കണ്ടിട്ടുണ്ട്. കണ്ടു ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. ഗ്രാനി നമ്മളെ കണ്ടു. പക്ഷേ പുള്ളിക്കാരത്തെ പുറത്തേക്കുണ്ട്. പുള്ളിക്കാരത്തെ നമ്മളെ കണ്ടു. ഇതാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാത്തത്. ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെടും ഗൈസ്. അവന്മാർ മേളിലുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ കഷ്ടമായിരിക്കും. നമുക്ക് ഈ ഫ്യൂസ് എങ്ങനെയും അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, ഇതിനകത്തിട്ട് കഴിഞ്ഞാൽ ഒച്ച കേൾക്കില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഞാൻ എന്തായാലും ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രാനിയും ഗ്രാൻഡ്പയും ഉണ്ട്. ഇതിനിടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വസ്ഥമായി. ആരെയും പേടിക്കണ്ട. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ തന്നെ ഇരിക്കാം ഗൈസ്. അതാണിപ്പോൾ നടക്കുള്ളൂ ഗൈസ്. എനിക്ക് തോന്നണില്ല ഞാൻ ഈ ഗേറ്റ് വഴി രക്ഷപ്പെടുമെന്ന്. 2 സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഗൈസ്. ഷെഡ് കീയും കിട്ടാനുണ്ട്, അതുപോലെ തന്നെ ആ മറ്റേ കറക്കണ സംഭവം കിട്ടാനുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നണേ. അല്ലാതെ വേറെ വഴിയില്ല ഗൈസ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഗ്രാനിയും ഗ്രാൻഡ്പയും. ഓക്കെ, രണ്ടും കലിപ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ് ഗൈസ്. ഫ്യൂസ് എടുത്തോ, നമുക്ക് മേളിൽ കൊണ്ട് ഈ ഫ്യൂസ് വെച്ചിട്ട് വരാം. രണ്ടും കലിപ്പിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുവാണ്. പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ ഗൈസ്. ഓക്കെ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് ചെറിയ ഭയമൊക്കെ ആവുന്നുണ്ട് ഗൈസ്. മേളിൽ കയറി പോയാലാ ഗൈസ്? പോവാം. വാലടച്ചിടാം. മേളിൽ കയറി പോവാം ഗൈസ്. ഇതിൻ്റെ മേളിൽ ആരും ഉണ്ടെങ്കിൽ ഞാൻ പെട്ടു ഗൈസിൻ്റെ മേളിൽ ആരും ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. നമുക്കെന്തായാലും ഈ വാതിലോർക്ക് വേഗം ആവട്ടെ. ഓക്കെ, വാതിൽ തുറന്ന് വരുന്നുണ്ട്. ഓക്കെ, വാതിൽ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുപോയി ഓക്കെ ഫ്യൂസ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജനറേറ്റർ കേബിൾ താഴെ ഉണ്ട് ഗൈസ്. ഓക്കെ, അത് നമുക്ക് ഷെഡ് കീ
മറ്റേ ഷെഡ് കീ കൂടി കിട്ടിയാലാണ് ആ ജനറേറ്റർ കേബിൾ വയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് മേളിലേക്കൊന്ന് കയറി പോകാം. കിളിയുടെ അടുത്ത് എന്താട്ടാ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, എന്തൊരു നേരമാണ് ഗൈസ് നമ്മൾ ആ അടിയിലിരുന്നത്. ഗൈസ് താഴെ ഒന്നും ആരും കാണാനില്ല. ഇതിൻ്റെ അടുത്ത് കോയിനാണ് ഗൈസ്. ഓക്കെ, കോയിൻ്റെ ആവശ്യം നമുക്കില്ല. ഓക്കെ, ട്രെയിൻ എസ്കേപ്പ് നടത്താൻ വേണ്ടിയാണ് ഈ കോയിൻ വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം എന്തായാലും ഇല്ല. ഓക്കെ, നമുക്കിനിയിപ്പോൾ എങ്ങോട്ടാണ് ഗൈസ് പോവുക? താഴത്തേക്ക് പോയി ഇറങ്ങിയാലോ ഗൈസ്? പ്ലാങ്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഫൈനൽ പ്ലാൻ. അയ്യോ, നമുക്ക് താഴത്തേക്ക് ഇടണ്ടായിരുന്നു ഗൈസ്. താഴത്തേക്ക് ഇടാണ്ട് വേറെ വഴിയില്ല. കാരണം നമുക്കിനി മേളിലേക്ക് കയറാനും പറ്റില്ല. എന്തായാലും താഴെ കിടക്കട്ടെ. ഗ്രാനി വന്നിട്ടുണ്ടെന്നുണ്ടെന്ന്